ഉം, മഹാഭാരതം 7ാമത്തെ എപ്പിസോഡ് 2ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകൾ ഒരു ചാപ്റ്ററും മറ്റേ ചാപ്റ്ററിനത്തോടുകൂടി 2ാമത്തെ ചാപ്റ്ററിനത്തോടുകൂടി തീരുന്നതായിരിക്കും. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ദ 8th ബേബി. ധൃതരാഷ്ട്രം പാണ്ഡുവും രാജാക്കന്മാരാവുന്നവരെയുള്ള കഥയായിരുന്നു ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അതായത് ദ 8th ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ചാപ്റ്ററിൽ അങ്ങനെ എല്ലാവരും ജനിച്ചു. യുദ്ധം എല്ലാവർക്കും ദ്രോണാചാര്യർ അഭ്യാസങ്ങളും യുദ്ധമുറകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ധൃതരാഷ്ട്രർക്ക് 100 മക്കളുണ്ടായി. ദുര്യോധനനും ദുശാസനനും അടക്കം അങ്ങനെ 100 മക്കൾ വീരന്മാരുണ്ടായി. പാണ്ഡുവിന് 5 മക്കളുണ്ടായി. 3 മക്കൾ ആരൊക്കെയാണ്? കുന്തിയിൽ നിന്നുണ്ടായ ആദ്യത്തെ മകൻ ധർമ്മപുത്രൻ, രണ്ടാമത്തെ മകൻ പറയോ? അർജുനൻ. രണ്ടാമത്തെ മകനാണോ അർജുനൻ? ലാസ്റ്റത്തെ നകുലനും സഹദേവനും. ആദ്യത്തെ മകൻ ധർമ്മപുത്രൻ, രണ്ടാമത്തെ മകൻ ഭീമസേനൻ, മൂന്നാമത്തെ മകനാണ് അർജുനൻ. അർജുനൻ ആരാണറിയോ? അർജുനനാണ് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്. കൃഷ്ണൻ വരുന്നുണ്ട്. കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിലെ അർജുനന്റെ കൂടെ നിൽക്കണ, അർജുനന്റെ ബുദ്ധിയായിട്ട് അർജുനനെ സഹായിക്കാൻ നിൽക്കുന്നതാണ് കൃഷ്ണൻ. ഓക്കെ, അങ്ങനെയാണ് ആ കഥ വരുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ കഥയിൽ നമ്മൾ സഞ്ജയനും ഗോതയിൽ ഇവർ കർണൻ്റെ കഴിവുകൾ, അർജുനൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കർണനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കർണൻ വരുമ്പോൾ കർണനെ കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കാതെ ഇരിക്കുന്നതും, ദുര്യോധനൻ്റെ ദുര്യോധനൻ ഗുരുദക്ഷിണ ചോദിക്കുന്നതും, പഴയ രാജാവായിരിക്കുമ്പോഴേ പഴയ സുഹൃത്തായിരിക്കുമ്പോൾ രാജാവ് തന്നെ വിളിച്ച് അപമാനിച്ച കഥയും, പൃഷ്ഠരാജാവിൻ്റെ മകനില്ലേ, ആ കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതല്ലേ. അത് കഴിഞ്ഞിട്ട് അവർ പോയിട്ട് യുദ്ധം നടത്തി. പൃഷ്ഠരാജാവിൻ്റെ കുട്ടിക്ക് ഓർമ്മയുണ്ടോ പൃഷ്ഠരാജാവിൻ്റെ കഥ? ദുര്യോധനൻ്റെ ദ്രോണാചാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പൃഷ്ഠരാജാവിൻ്റെ മകൻ. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഈ രാജാവിൻ്റെ അടുത്തൊരു ആവശ്യത്തിന് വേണ്ടി അപേക്ഷിച്ച്, പൃഷ്ഠരാജാവിൻ്റെ മകനും ദ്രോണാചാര്യരും വലിയ സുഹൃത്തുക്കളായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അങ്ങനെ പൃഷ്ഠരാജാവ് മരിച്ചപ്പോൾ ദ്രോണാചാര്യരുടെ സുഹൃത്ത് മഹാരാജാവായി സിംഹാസനത്തിലിരുന്നു. അസെൻഡഡ് ടു ദി ത്രോൺ ഓർ സക്സീഡഡ് ടു ദ ത്രോൺ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ അറിയാം? ത്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹാസനം. സിംഹാസനം എന്ന് പറയുന്ന സ്ഥലമാണ്, രാജാക്കന്മാരിരിക്കുന്ന സ്ഥലമാണ് സിംഹാസനം. അങ്ങനെ ഒരു കാലത്ത് പൃഥ്വ മഹാരാജാവിൻ്റെ മകനായി ദ്രോണാചാര്യരുടെ സുഹൃത്തുമായ ആൾ അസെൻഡഡ് ഓർ സക്സീഡഡ് ടു ദ ത്രോൺ, പൃഷ്ഠരാജാവ് മരിച്ച ശേഷം. അപ്പോൾ ഒരു ആവശ്യവുമായിട്ട് ദ്രോണാചാര്യർ പോയപ്പോൾ ദ്രോണാചാര്യറിനെ അപമാനിച്ച് പറഞ്ഞു വിട്ടു. അതിന് പകരമായിട്ട് ദ്രോണാചാര്യർ എന്താ പറഞ്ഞേ? എന്നെ ഭീഷ്മാചാര്യർ നിങ്ങളെ അഭ്യാസം പഠിപ്പിക്കാനും വിദ്യ അഭ്യസിക്കാനും വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിങ്ങളിതെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആരുമായിട്ട് ഫൈറ്റ് ചെയ്യണം? ഭീഷ്മാചാര്യരായിട്ടാണോ പൃഷ്ഠ മഹാരാജാവിൻ്റെ മകനുമായിട്ടാണോ?
Bhishmacharya. I repeated the word friend again, whereupon the king from his eminence said, "Oh, ignorant one, don't you realize that there can be no such thing as friendship between a person of unequal status?" ഞാൻ ആരാണ്? ഞാനൊരു വലിയ മഹാരാജാവാണ്, നീ വെറും ഒരു സാധാരണ മനുഷ്യനാണ്, ഞാൻ എങ്ങനെ നിൻ്റെ ഫ്രണ്ടാവാൻ പറ്റും എന്ന് പഴയ ഫ്രണ്ടായിരുന്ന ആൾ ചോദിച്ചു. എനിക്ക് നാണക്കേട് കൊണ്ട് അവിടെ നിൽക്കാൻ വയ്യാണ്ടായി. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളിനി പോയിട്ട് പാഞ്ചാല മഹാരാജ്, ഈ പൃഷ്ഠ മഹാരാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിൻ്റെ പേരാണ് പാഞ്ചാലം. പാഞ്ചാല മഹാരാജ്യത്തിൽ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെയുള്ള ഈ പറയുന്ന സേനയും എല്ലാ കുതിരയും എല്ലാ പടയാളികളെയും എല്ലാവരെയും കീഴടക്കിയിട്ട് ദ്രുപദനെ ഒരു കയ്യാമം വെച്ചിട്ട് ഒരു പ്രിസണറായിട്ട്, പ്രിസണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് കീഴടക്കിയിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ എനിക്ക് തരാൻ പോണ ഗുരുദക്ഷിണ. ഈ ദ്രുപദൻ എന്ന് പറഞ്ഞത് ആരാ അറിയോ? പൃഷ്ഠ മഹാരാജാവിൻ്റെ മകൻ്റെ പേരാണ് ദ്രുപദൻ. പൃഷ്ഠ മഹാരാജൻ്റെ മകനായ ദ്രുപദനും ദ്രോണാചാര്യരും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. പൃഷ്ഠ മഹാരാജാവ് സാധാരണഗതിയിൽ മരിച്ചപ്പോൾ അടുത്ത രാജാവ് ആരാണ്? ദ്രുപദൻ. അപ്പോൾ ദ്രുപദൻ വലിയ രാജാവായിരിക്കുമ്പോൾ ദ്രോണാചാര്യർ ഒരു ആവശ്യത്തിന് കുറച്ച് പാൽ അശ്വത്ഥാമാവിനോ എന്തിനോ വളരെ ചെറിയ ആവശ്യവുമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ദ്രുപദൻ അപമാനിച്ചു പറഞ്ഞു വിട്ടു. എങ്ങനെ അപമാനിച്ചു? എന്താ പറഞ്ഞേ? ഞാൻ എവിടെ കിടക്കണു? ഞാനൊരു രാജാവല്ലേ, എൻ്റെ നിലയും വലിയൊക്കെ വലുതല്ലേ, നീ വെറും ഒരു സാധാരണക്കാരനല്ല, ഞാൻ എങ്ങനെ നിന്റെ സുഹൃത്താവെന്ന് പറഞ്ഞു. അപ്പം അത് ദേഷ്യം വന്ന് ദ്രോണാചാര്യർക്ക് മനസ്സിൽ കൊണ്ടു നിൽക്കുകയാണ്. അപ്പം ഇവരെയൊക്കെ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച് ഇവരെയൊക്കെ വലിയ കഴിവുള്ള ആൾക്കാരാക്കിയപ്പോൾ അർജുനനും അർജുനനും ദുര്യോധനനും ദുശാസനും ഒക്കെ ശിഷ്യന്മാരല്ലേ, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതിന് എനിക്ക് ഗുരുദക്ഷിണയായിട്ട് നീ എന്താ ചെയ്യേണ്ട? ദ്രുപദനെ കീഴടക്കി അവനെ കെട്ടിയിട്ട്, അവനെ കയ്യായം വെച്ച് കെട്ടിയിട്ട് കീഴടക്കിയിട്ട് അവനെ കൊണ്ടുവരണം, ഒരു പ്രിസണറായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം പറഞ്ഞു. അതാണ് ഗുരുദക്ഷിണയായിട്ട്. ഇത് കേട്ടതും എന്ത് ചെയ്തു? നമ്മുടെ രാജാക്കന്മാർ, നമ്മുടെ ആൾക്കാർ ഇറങ്ങി. അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരവുമായി. എന്നിട്ട് നേരെ ദ്രുപദൻ്റെ അടുത്ത് കൊണ്ടുപോയി. ദ്രുപദ മഹാരാജാവുമായിട്ട് യുദ്ധം അങ്ങോട്ട് തുടങ്ങി. യുദ്ധത്തിൽ ആരാ ജയിക്കുക? അർജുനനും ദ്രോണാചാര്യരും ഇവരൊക്കെ. ഇവരെന്ത് ചെയ്ത? ഇവര് ദ്രുപദനെ കീഴടക്കി. പ്രിസണർ ഓഫ് വാർ എന്ന് പറയും. യുദ്ധത്തിൻ്റെ എന്താ പറയുക, തോറ്റയാൾ, കോൺക്വയറർ, പ്രിസണർ ഓഫ് വാർ. യുദ്ധത്തിൽ തോറ്റ ആൾക്കാരെ കയ്യാമം വെച്ചിട്ട്, നമ്മൾ തമിഴിൽ പറയുകയാണെങ്കിൽ കൈദി എന്നൊക്കെ പറയും, ജയിൽ പുള്ളി എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ജയിലിലിടുന്ന പോലെയാണ് നമ്മൾ. പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിൽ, പ്രിസണർ എന്ന് പറഞ്ഞാൽ ജയിൽ പുള്ളിയാക്കിയിട്ട് കൊണ്ടുവരികയാണ്. യുദ്ധം നടത്തി, വലിയൊരു യുദ്ധം നടത്തി. ദ്രോണാചാര്യർ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ മുമ്പിൽ വെച്ചിട്ട് ദ്രുപദനെ കൊണ്ടുപോയി ഇരുത്തും. അപ്പോൾ ദ്രോണാചാര്യർ പറയാണ്, എൻ്റെ മകൻ അശ്വത്ഥാമാവ് ഒരിക്കൽ പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു പശുവിനെ അന്വേഷിച്ച് വന്നിരുന്നു. ഇന്ന് അവൻ ഒരു വലിയൊരു യോദ്ധാവാണ്. എൻ്റെ മകൻ മറ്റുള്ള എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ മുറകളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് ഏറ്റവും കഴിവുള്ള ആളായി. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇനി ഒന്നിനെയും പേടിക്കാനില്ല, എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാൻ പറ്റും എന്ന് ദ്രുപദനോട് ദ്രോണാചാര്യർ പറയാണ്. നീ എന്നെ അപമാനിച്ചതിന് പകരമായിട്ട്, പണ്ട് അപമാനമൊക്കെ ഒരുപാടുണ്ടായിരുന്ന കാലമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അപമാനിച്ചതിന് പകരമായിട്ട് എനിക്ക് നിന്നെ വളരെ എളുപ്പം കൊല്ലാൻ കഴിയും എന്ന്
ദ്രോണാചാര്യർ ആരോട് പറയുന്നു? ദ്രുപദനോട് പറയുന്നു. ഓക്കെ. പക്ഷേ നീ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന സ്ഥിതിക്ക് നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിൻ്റെ രാജ്യത്തിൻ്റെ പകുതി രാജ്യം ഞാൻ നിനക്കെന്നെ തിരിച്ചു തരും. ബാക്കിയുള്ള പകുതി രാജ്യം ഞാൻ ഭരിക്കും. അപ്പം നമ്മൾ രണ്ടുപേരും തുല്യരായില്ലേ? അപ്പം ഞാൻ നിൻ്റെ സുഹൃത്തുമാവും. അപ്പോൾ ഇതിനകത്തൊരു സംശയവും വരില്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പം നമ്മൾ എൻ്റർ ദ പ്ലേയേഴ്സ് എന്നുള്ള മഹാഭാരതത്തിലെ ശ്രീ R.K. നാരായണൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ എൻ്റർ ദി പ്ലേയേഴ്സ് അവസാനിപ്പിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹൗസ് ഓഫ് ജോയ് ആൻഡ് ആഷസ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇതുവരെ ഞങ്ങളുടെ കഥ കേട്ടതിന് നന്ദി.